ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രാസിനെ കുറിച്ച് മനസ്സിലാക്കാം, ധ്യാനിക്കാം. എന്താണ് 7 ചക്രാസ്? നമ്മുടെ ശരീരത്തിൽ 75,000 നാഡികളുണ്ട്. ഈ നാഡികൾക്കെല്ലാം കൂടി ഒരു 114 ജംഗ്ഷൻ പോയിന്റുകളുണ്ട്. ഈ 114 ജംഗ്ഷൻ പോയിന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 ജംഗ്ഷൻ പോയിൻ്റാണ് നമ്മൾ പ്രധാനമായും നോക്കുന്ന 7 ചക്രാസ്. നമ്മൾ നേരിടുന്നതായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ 7 ചക്രാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് ലഭിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നു, അത് ലഭിക്കുന്നില്ല. അഫർമേഷൻ ചെയ്യുന്നു, അത് നടക്കുന്നില്ല. എന്തിനും ഏതിനും തടസ്സങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ 7 ചക്ര മെഡിറ്റേഷൻ്റെ ആവശ്യകതയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ചക്ര റൂട്ട് ചക്ര, മൂലാധാരം. നിറം ചുവപ്പ്. സ്ഥാനം നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗം. രണ്ടാമത്തെ ചക്ര സാക്രൽ ചക്ര അഥവാ സ്വാധിഷ്ഠാന ചക്ര. ഇത് നമ്മളുടെ അടിവയറ് അഥവാ പുക്കിളിന് താഴെയായി കാണുന്നു. ഇതിൻ്റെ നിറം ഓറഞ്ച് ആണ്. മൂന്നാമത്തെ ചക്ര സോളാർ പ്ലെക്സ് ചക്ര അഥവാ മണിപൂരകം. ഇതിൻ്റെ സ്ഥാനം നെഞ്ചും വയറും കൂടി ചേരുന്ന മുകൾ വയറ് എന്ന് പറയുന്ന സ്ഥാനം. മഞ്ഞ നിറമാണ് ഇതിൻ്റേത്. നാലാമത്തത് ഹൃദയചക്ര, അനാഹത എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ സ്ഥാനം നെഞ്ചിൻ്റെ മധ്യഭാഗത്തായി വരുന്നു. നിറം പച്ച കളറാണ്. അഞ്ചാമത്തെ ചക്ര ത്രോട്ട് ചക്ര അഥവാ വിശുദ്ധി എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ സ്ഥാനം നമ്മുടെ തൊണ്ടയിലാണ്. നിറം നീല കളറാണ്. അടുത്തത് ആറാമത്തെ ചക്ര തേർഡ് ഐ ചക്ര അഥവാ ആജ്ഞ. ഇതിൻ്റെ സ്ഥാനം നമ്മുടെ 2 പുരിക കൊടികൾക്കിടയിൽ നെറ്റിയിലാണ് സ്ഥാനം. നിറം ഇൻഡിഗോ. ഏറ്റവും മുകളിൽ നമ്മുടെ ശരീരത്തിന് പുറത്തായിട്ടാണ് ഈ ചക്ര സ്ഥിതി ചെയ്യുന്നത്. ബാക്കി 6 ചക്രാസും നമ്മുടെ ശരീരത്തിനുള്ളിലും. കിരീട ചക്ര അഥവാ സഹസ്രാര ചക്ര നമ്മുടെ തലയ്ക്ക് തൊട്ടു മുകളിൽ ഉച്ചിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നിറം വയലറ്റ് ആണ്. ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. ഞാൻ ഓരോ ചക്രാസും പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതാത് ഭാഗങ്ങളിലെ ചക്രാസിനെ മനസ്സിൽ ധ്യാനിക്കുക. ഒപ്പം ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ കൂടെ ഉച്ചരിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തും അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ ശരീരം വളരെ ഊർജ്ജസ്വലമായി തീരുന്നതായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ജോലി ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, എത്രത്തോളം പൈസ വീട്ടിൽ വന്നിരുന്നാലും അത് സൂക്ഷിക്കുവാനോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ കിട്ടാതെ പോകുന്ന അവസ്ഥ, ഇതെല്ലാം ഈ ചക്രാസിൻ്റെ എനർജി ഡൗൺ ആകുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ ചക്രാസ് എനർജി പ്രാപിച്ചാൽ നിങ്ങൾക്ക് എന്തും ഈ യൂണിവേഴ്സിൽ നിന്നും അഫർമേഷൻ ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. നമുക്ക് കണ്ണുകളെ അടച്ച് ധ്യാനിക്കാം. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. യൂണിവേഴ്സിൽ നിന്നും ഒരു മഞ്ഞ പ്രകാശം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതായി സങ്കല്പിക്കുക. അത് നിങ്ങളിലേക്കെത്തി മഴവില്ല് വർണ്ണങ്ങളായി വിഭജിച്ച് നിങ്ങളുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്നതായി സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം മഴവില്ല് വർണ്ണങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു ഫീൽ അനുഭവപ്പെടുന്നു. നിങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. നിങ്ങൾ ജീവിക്കുന്ന ഈ യൂണിവേഴ്സിൽ നിന്നും സർവ്വതും സ്വന്തമാക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് പകരുകയാണ്. എന്തും ആകർഷിക്കുവാനുള്ള ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. നിങ്ങൾ ഈ നിമിഷം ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ
അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ ഓർത്തുകൊള്ളുക. വിഷ്വൽ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ വിഷ്വൽ ചെയ്യുക. അത് നേടിയെടുത്തതിൽ നിങ്ങളുടെ മുഖം വളരെ സന്തോഷിക്കുന്നതായി പ്രകടിപ്പിക്കുക. നിങ്ങളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി അത് കാണാനാകുന്നു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ യൂണിവേഴ്സിനോടും നിങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുന്ന വ്യക്തിയോടും നിങ്ങൾ നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മൾ ചക്രാസിലേക്ക് കടക്കുകയാണ്. ചക്രാസിൽ ആദ്യ ചക്രമായ റൂട്ട് ചക്രയുടെ ലം എന്ന ശബ്ദത്തോടു കൂടി ആരംഭിക്കാം. ലം, 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 ലം. നിങ്ങളുടെ റൂട്ട് ചക്ര എനർജി പ്രാപിച്ചിരിക്കുന്നു. അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് സാക്രൽ ചക്ര അഥവാ സ്വാധിഷ്ഠാന ചക്ര. നിങ്ങളുടെ നാഭിയുടെ താഴെയായി ഇത് സ്ഥിതി ചെയ്യുന്നു. ശബ്ദം വം, 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 വം. നിങ്ങളുടെ സാക്രൽ ചക്ര ശക്തി പ്രാപിച്ചിരിക്കുന്നു. അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് സോളാർ പ്ലെക്സ് ചക്ര അഥവാ മണിപ്പൂരകം. ഇതിൻ്റെ സ്ഥാനം നിങ്ങളുടെ നെഞ്ചിനും വയറിൻ്റെ ആരംഭ ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ശബ്ദം രം, 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 രം. നിങ്ങളുടെ സോളാർ പ്ലെക്സ് ചക്ര ശക്തി പ്രാപിച്ചിരിക്കുന്നു. അടുത്തതായി നിങ്ങളുടെ ഹൃദയ ചക്ര അഥവാ അനാഹത. ഇതിൻ്റെ സ്ഥാനം നെഞ്ചിൻ്റെ മധ്യഭാഗത്തായി കാണുന്നു. ഇതിൻ്റെ മന്ത്രം യം, 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 യം. നിങ്ങളുടെ ഹൃദയചക്ര ശക്തി പ്രാപിച്ചിരിക്കുന്നു. അടുത്തതായി നമുക്ക് കിടക്കാം നിങ്ങളുടെ ത്രോട്ട് ചക്ര അഥവാ വിശുദ്ധ ചക്ര. ഇതിൻ്റെ സ്ഥാനം നിങ്ങളുടെ തൊണ്ടയിലാണ് കാണുന്നത്. ഇതിൻ്റെ ശബ്ദം ഹം, ഹം, ഹം,
ഹം 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 നിങ്ങളുടെ ത്രോട്ട് ചക്രയും ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കടക്കാം നിങ്ങളുടെ തേർഡ് ഐ ചക്ര അഥവാ ആജ്ഞ. ഇത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ പുരികങ്ങളുടെ മധ്യഭാഗത്തായി കാണുന്നു. ശബ്ദം ഓം 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 നിങ്ങളുടെ തേർഡ് ഐ ചക്ര ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി നമുക്ക് പ്രവേശിക്കാം കിരീടചക്ര അഥവാ സഹസ്രാരം. ഇത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആണ്. അതിൻ്റെ ശബ്ദം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ 7 ചക്ര ഹീലായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എന്താവശ്യപ്പെടുന്നോ അത് യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് കടന്നു പോകുകയും ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാക്കി തരുന്നതുമാകുന്നു. ഇത് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു എനർജി നിങ്ങൾക്ക് സ്ഥിരമായി തുടരാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഇത് നിങ്ങളെ സഹായിക്കും. താങ്ക് യു.